ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന ചിത്രം 4 ഒക്ടോബർ, അതായത് നാളെ റിലീസിനെത്തുകയാണ്. റിലീസാണ് 4Kയിൽ വരികയാണ്. മോഹൻലാൽ ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ സിനിമയുമായി റിലീസിനെത്തിയപ്പോൾ മമ്മൂട്ടി എത്തുന്നത് അവാർഡ് സിനിമയായിട്ടാണ്. പക്ഷേ മോഹൻലാലിൻ്റെ ആ വമ്പൻ പരാജയ ചിത്രം ഇവിടെ ചരിത്രം സൃഷ്ടിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ദേവദൂതൻ എന്ന സിനിമ 2000 ഇറങ്ങി വമ്പൻ പരാജയമായിരുന്ന ചിത്രം റിലീസിൽ റെക്കോർഡ് തകർത്തു എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം മോഹൻലാലിൻ്റെ തന്നെ മറ്റ് സിനിമകളെ പോലും വെല്ലുവിളിച്ച് തന്നെയാണ് ആ സിനിമയുടെ വിജയം കൊയ്തത്. മമ്മൂട്ടിയുടെ ആദ്യ റിലീസാണ് പാലേരി മാണിക്യം, അതായത് 4Kയിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനു മുമ്പും ഈ നടന്മാരുടെയൊക്കെ തന്നെ സിനിമകൾ നമുക്ക് റിലീസ് പണ്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പാലേരി മാണിക്യം പോലെ അല്ലെങ്കിൽ ഈ ഒരു 4Kയിലേക്ക് മാറുന്ന ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. മമ്മൂട്ടിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമയുടെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സിനിമകളല്ല, 95% മുകളിലും സിനിമകൾ വിജയിച്ച ഏക നടൻ മമ്മൂട്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 15ഓളം സിനിമകൾ ഇറങ്ങിയപ്പോൾ അതിൽ 14 വിജയ ചിത്രങ്ങളായി മാറി എന്നുള്ളതാണ്. ഇവിടെ ഒരു അവാർഡ് പടവുമായിട്ടാണ് വരുന്നത്. ഇന്ന് നമുക്ക് ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ ഷോകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. അതായത് നാളെ മിക്കവാറും നമ്മൾ കാണാൻ കഴിയുന്നത് വൈകുന്നേരം 7 മണിക്കൊക്കെയാണ്. കൊച്ചിയൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഗ്രീൻ കളർ തന്നെയാണ്. അതായത് ഒരു വലിയ മതിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് ബുക്കിംഗ് മാത്രമാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പലരും അറിഞ്ഞിട്ട് തന്നെ ഇല്ല എന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു സിനിമ റിലീസാകുന്നത്. എന്തിന് ഫാൻസുകാർ പോലും അറിഞ്ഞതായിട്ട് കാണുന്നില്ല. കാരണം ഒരിടത്ത് പോലും നമുക്ക് ഓറഞ്ചോ ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ വനിതാ വിനീതയിൽ ഒരു ഷോയാണ് വന്നിരിക്കുന്നത്. 7 മണിയാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. PVR ഫോറം മാളിനകത്തിൽ 2 മണി 2:30ക്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഷേണായിസിൽ 12 മണി ഉച്ചയ്ക്കുണ്ട്. ശ്രീധറിൽ വൈകുന്നേരം 6:15, ന്യൂ സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറ 7 മണിക്ക് വൈകുന്നേരം, മാതാ മാധുര്യ തിയേറ്റർ ആലുവ, അവിടെ 2 ഷോകളാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ബുക്ക് മൈ ഷോയിൽ എറണാകുളം സൈഡിൽ കാണാൻ കഴിയുന്ന ഇത് ഇവിടെയാണ്. 6:15-നും 9:30-ക്കും 2 ഷോകളുണ്ട്. ദർശന പിറവത്ത് 7 മണിക്കും, അതേപോലെ തന്നെ അങ്കമാലി മൈ സിനിമാസ് KSRTC കോംപ്ലക്സിലുള്ള വൈകുന്നേരം 4 മണിക്കുമാണ്. അതായത് ബുക്കിങ്ങും കുറവാണ്, അതേപോലെ തിയേറ്ററുകളുടെ എണ്ണവും കുറവാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെന്നറിയാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ജനങ്ങൾ ഒരു റിലീസിന് ഈ ഒരു റിലീസിനെ മനസ്സിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നത്. മമ്മൂട്ടിക്ക് ഒരു റിലീസിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഗ്രേറ്റ് മീഡിയാസ്.